ആധുനിക മലയാളം സിനിമയിലെ ഏറ്റവും മികച്ച തിരക്കഥാകൃത്ത് ശ്യാം പുഷ്കരൻ ആണ് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അദ്ദേഹത്തിന്റെ ഫിൽമോഗ്രഫി ഒന്ന് ഓടിച്ചു നോക്കിയാൽ തന്നെ അത് ബോധ്യമാവും. 2011 സോൾട്ട് ആൻഡ് പെപ്പർ മുതൽ 22 ഫീമെയിൽ കോട്ടയം, പിന്നെ ഏറ്റവും നല്ലത് എന്ന് പറയാവുന്ന മഹേഷിന്റെ പ്രതികാരം, തൊണ്ടി മുതലും ദൃക്സാക്ഷിയും, ഓൾ ടൈം ക്ലാസിക് എന്ന് പറയാവുന്ന കുമ്പളങ്ങി നൈറ്റ്സ്, ജോജി, അങ്ങനെ റൈഫിൾ ക്ലബ് വരെ വന്നു നിൽക്കുന്നു. ഈ ഒരു 14 വർഷ കാലയളവിൽ ഇത്രയും നല്ല തിരക്കഥകൾ തുടർച്ചയായി എഴുതിയ മറ്റൊരു തിരക്കഥാകൃത്ത് മലയാളത്തിൽ ഇല്ല എന്ന് മാത്രമല്ല, ഇതിൽ മഹേഷിന്റെ പ്രതികാരവും കുമ്പളങ്ങി നൈറ്റ്സും ജോജിയും എല്ലാം മലയാളത്തിലെ തന്നെ എക്കാലത്തെയും മികച്ച സിനിമകളിൽ പെടുത്താവുന്നതുമാണ്. എഴുത്തിലെ സൂക്ഷ്മതയും ഡയലോഗുകളിലെ സാധാരണത്വവും കൊണ്ട് ഇദ്ദേഹം യഥാർത്ഥ ജീവിതവുമായി ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന തിരക്കഥകളാണ് സിനിമകൾക്ക് വേണ്ടി എഴുതിയിട്ടുള്ളത്. തികച്ചും നാടകീയമല്ലാത്ത വരികളും എഴുത്തും അദ്ദേഹത്തിന്റെ തിരക്കഥകളെ ജീവിതഗന്ധികൾ ആക്കിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, മനുഷ്യൻ സാധാരണയായി സംസാരിക്കുന്ന കാര്യങ്ങളാണ് ഇദ്ദേഹത്തിന്റെ തിരക്കഥകളിലെ ഡയലോഗുകളിൽ കൂടുതലും ഉൾപ്പെടുത്താറ്. മറ്റു പല തിരക്കഥാകൃത്തുക്കളും എഴുതുന്നത് പോലെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു വ്യക്തി ഉപയോഗിക്കാത്ത ഭാഷകളോ പ്രയോഗങ്ങളോ ഇദ്ദേഹത്തിന്റെ ഡയലോഗുകളിൽ ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ സാധാരണ ജീവിതത്തോടും സാധാരണക്കാരന്റെ ചിന്തകളോടും ഇദ്ദേഹത്തിന്റെ തിരക്കഥകൾ ചേർന്ന് നിൽക്കുന്നു. ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമ ഒരു പ്രത്യേക ചേരുവയോടെയാണ് തിരക്കഥകൾ രചിച്ചിരുന്നത്. എല്ലാം തികഞ്ഞ ഒരു നായകനും എല്ലാം കൊണ്ടും മോശക്കാരനായ ഒരു വില്ലനും, നായകനെ പ്രകീർത്തിച്ച് ചുറ്റും കൂടുന്ന കുറെ സഹനടന്മാരും, അവസാനം ഒരു വലിയ സംഘട്ടനത്തിൽ വില്ലനെ തോൽപ്പിച്ച് വിജയശ്രീലാളിതനാകുന്ന നായകനും, അതോടെ നായികയെ സ്വന്തമാക്കുകയും എല്ലാം ശുഭമായി സിനിമ അവസാനിക്കുകയും ചെയ്യുന്നു. ഈ ആവർത്തന വിരസത മലയാള സിനിമയിൽ അവസാനിച്ചിട്ട് സത്യം പറഞ്ഞാൽ ഒരുപാട് കാലം ഒന്നും ആയിട്ടില്ല. അതിനുശേഷമാണ് ആധുനിക മലയാള സിനിമ എന്ന് പറയാവുന്ന നല്ല കഥാതന്തുക്കളുള്ള നല്ല സിനിമകൾ വീണ്ടും വരാൻ തുടങ്ങിയത്. ഈ പറഞ്ഞ ആധുനിക മലയാള സിനിമയ്ക്ക് മികവ് നൽകിയ പ്രമുഖനായ എഴുത്തുകാരനാണ് ശ്യാം പുഷ്കരൻ. ശ്യാം പുഷ്കരന് നിലവിൽ അദ്ദേഹം അർഹിക്കുന്ന അംഗീകാരം ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. എന്നാൽ വരും കാലങ്ങളിൽ ഇദ്ദേഹത്തിന്റെ രചനകൾ തീർച്ചയായും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ആഘോഷിക്കപ്പെടുകയും ചെയ്യും. ശ്യാം പുഷ്കരന് ലഭിച്ച ഒരു ഭാഗ്യം, ഇദ്ദേഹത്തിന്റെ മിക്ക സിനിമകളും സംവിധാനം ചെയ്തിട്ടുള്ളത് ഒന്നുകിൽ ദിലീഷ് പോത്തൻ അല്ലെങ്കിൽ ആഷിഖ് അബു എന്നിവരാണ്. രണ്ടുപേരും നവീനമായ രീതിയിൽ സിനിമ എടുക്കാൻ കഴിവുള്ള സംവിധായകരായതിനാൽ ഇദ്ദേഹത്തിന്റെ തിരക്കഥയെ പരമാവധി ചൂഷണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ദിലീഷ് പോത്തന്റെ അതിസൂക്ഷ്മമായ സംവിധാനം മഹേഷിന്റെ പ്രതികാരത്തിനും ജോജിക്കും പ്രത്യേക ഒരു മികവ് നൽകിയിട്ടുണ്ട്. കുമ്പളങ്കി നൈറ്റ്സ് ആകട്ടെ മധു സി നാരായണൻ തന്റെ ആദ്യത്തെ സിനിമയാണെങ്കിൽ കൂടി പറഞ്ഞാൽ തീരാത്ത അത്ര മനോഹരമാക്കി. ശ്യാം പുഷ്കരൻ തന്റെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ഇഷ്ടപ്പെട്ട തിരക്കഥാകൃത്ത് ഡെന്നിസ് ജോസഫ് ആണ്. അതുകൊണ്ട് തന്നെയാവാം ഡെന്നിസ് ജോസഫ് ഉപയോഗിച്ചിരുന്നത് പോലെയുള്ള ഹാസ്യത്തിന്റെ മേമ്പൊടി ഇദ്ദേഹത്തിന്റെ തിരക്കഥയിലും ദൃശ്യമാണ്. ഒരുപക്ഷെ മനുഷ്യൻ സംസാരിക്കുന്ന ഭാഷയിൽ തിരക്കഥ എഴുതുകയും എന്നാൽ മനുഷ്യന്റെ മനസ്സുകളിലെ വർത്തമാനങ്ങൾ കൂടി തിരക്കഥയിൽ എഴുതാൻ കഴിവുള്ള ഒരു തിരക്കഥാകൃത്താണ് ശ്യാം പുഷ്കരൻ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ സിനിമ സംവാദങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.